ഞങ്ങൾക്ക് ഒരു വോട്ട് കച്ചവടവും വേണ്ട. BJP ആയിട്ട് വോട്ട് കച്ചവടത്തിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് UDFന് ഉറച്ച വിശ്വാസം. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യും, ചിന്തിക്കാൻ കഴിവുള്ളവർ വോട്ട് ചെയ്യും. പിണറായി സർക്കാരും അതുപോലെ തന്നെ കേന്ദ്രത്തിൽ മോദി സർക്കാരും നടത്തുന്ന ദുർഭരണങ്ങൾ, അഴിമതികൾ, ധൂർത്തുകൾ ഇതെല്ലാം കണ്ട് ജനം മനസ്സിലാക്കി കോൺഗ്രസ്സിന് കൈപ്പടത്തി അടയാത്തി വോട്ട് ചെയ്യും എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്, അല്ലെ എൻ്റെ പ്രവർത്തകർക്കും എന്നോടൊപ്പം ഉള്ളവർക്കും ഉള്ളത്. അത് പൊതുവേ പറയുന്നുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയാവും, ഇത്രയും കാലത്തെ പ്രവർത്തന പരിചയം വെച്ചും അദ്ദേഹത്തിൻ്റെ കഴിവ് വെച്ചും ഒക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഒരു വാക്ക്. അങ്ങനെ പറഞ്ഞാലും തീരുമാനം വരുന്നത് എവിടെ നിന്നാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, AICC ആണ് തീരുമാനിക്കുന്നത്. രമേശ് ചെന്നിത്തല 100% അർഹനാണ്. ആ അർഹതയ്ക്ക് അംഗീകാരം കൊടുക്കേണ്ടത് കേന്ദ്രത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ AICC ആണ്. ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, എണ്ണിയാൽ തീരാത്ത വികസനങ്ങൾ, IHRD കോളേജുകൾ, അതുപോലെ നമ്മുടെ റവന്യൂ ടവർ എല്ലാം ഒരു കുടക്കീഴിൽ ഹരിപ്പാട്ട് കൊണ്ടുവന്നു. KSRTC ബസ് സ്റ്റാൻഡ് കോടികൾ മുടക്കിക്കൊണ്ട് കുടിവെള്ള പദ്ധതി, ആറാട്ടുപുഴ ഇത് പ്രകൃതിക്ഷോഭത്തിനെതിരായിട്ട് കടൽ ഭിത്തി കെട്ടാനും പൊഴിമുട്ട് കെട്ടാനും ലക്ഷം കോടി രൂപ മുടക്കിയുള്ള തീരുമാനങ്ങൾ കിട്ടിക്കഴിഞ്ഞു. അതിൻ്റെ അങ്ങനെ കുടിവെള്ളം എന്ന് പറഞ്ഞാൽ 8 പഞ്ചായത്തുകൾക്ക് കുടിവെള്ളം കിട്ടത്തക്ക രീതിയിൽ പള്ളിപ്പാട് വലിയൊരു പദ്ധതി, ബൃഹത്തായ പദ്ധതി രൂപം കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തെല്ലാം പാലങ്ങൾ, റോഡുകൾ എല്ലാം അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. പഠിക്കുവാൻ കുട്ടികൾക്ക് ഇവിടെ ഏത് പഠിക്കണമെങ്കിലും കേരളത്തിന് പുറത്തു പോകേണ്ട കാലം അതെല്ലാം മാറ്റിയിട്ട് എല്ലാവർക്കും കേരളത്തിൽ തന്നെ പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിക്കൊടുത്തത് അദ്ദേഹമാണ്. അപ്പോൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മളിതെല്ലാം ഓർത്തോർത്ത് പറയണ്ടേ. ഒരുപാട് കാര്യങ്ങൾ, വികസനങ്ങളുടെ ഒരു നീണ്ട നിരയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല.